കുട്ടിക്ക് എന്നോട് എന്തോ പറയാല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. എന്താ വേണ്ടേ? ഇത് വല്ലാത്ത ശല്യായല്ലോ. അല്ല, അത് അങ്ങനെയല്ല. പോയി തരൂ പ്ലീസ്. താനൊന്ന് പോരുണ്ടോ? ഇല്ല ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ല, കുട്ടി ഓർക്കണല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണേ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവനാണല്ലേ കോളേജിലെ വലിയ ദാദാ. അടി ഇടി ബഹളവും. ഇവനാരാ കോളേജിലെ ഗുണ്ടയോ? എനിക്കറിയാൻ പാടില്ല ഇവനാരാ. നീ എന്ത് ചിന്തയിലാളിക്കൊണ്ടിരിക്കുകയാണ്? കൊറേ നേരം ആയല്ല. എനിക്കൊന്നും മനസ്സിലാവുള്ളടാ ഫിഫു. എടാ ഇന്ന എത്ര രൂപ നോക്കണം? അതും പറഞ്ഞ് ഞാൻ ചോദിക്കാൻ നിൽക്കും. വെറുതെ ചോദിച്ചാൽ ആകെ നാറി. എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയരുതട്ടാ. നീ അല്ലേ പറഞ്ഞ ആ കൊച്ചിനെ എന്നോട് പ്രേമണം മാങ്ങനെ തേങ്ങനെ ചക്കണെന്നൊക്കെ? അതുകൊള്ള നീ അല്ലേ പറഞ്ഞ കൊച്ചിന്റെ ചടവറാ നോട്ടോടുന്നു. നീ കണ്ടല്ലേടാ ആ കൊച്ചു എന്നെ ഫ്ലെക്സിമോ എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ. പഴംപൊരി. എന്റെ പഴംപൊരി. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ ബെല്ലടിച്ചു. ക്ലാസ്സിൽ പോടാം. ഞാൻ പോട്ടെന്നാ. ശരി. എന്തായാലും കാണാം. ഈ തങ്കപ്പെട്ട കൊച്ചാനോട് നിന്നോട് കലിപ്പായി സംസാരിച്ചെന്ന് പറഞ്ഞോണ്ണയാ. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഇതെന്ത് തേങ്ങയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ അത് ചോദിക്കണല്ലോ. നീ വന്നടാ ചോദിച്ചിട്ട് വരും. നടക്കില്ലും അത് പിന്നെ പൂച്ച അവിടെ വെക്കത്. നടക്ക്. ഒരു കുട്ടി പഴംപൊരി കടിച്ചു പോകണ്ടായിരുന്നു. അല്ല തൊളവട നീ ഇവിടെ വന്നടാ. മുകളിലോ ഇവിടെ ഇവിടെ പോയി. ഇവിടെ ഇല്ല, അപ്പുറത്തെ ക്ലാസ്സിലായിരിക്കും. നോക്കിയേ എന്താണ് കാണുന്നത്? എന്തോരം കോഴ്സല്ലടാ ഫിഫു നമ്മുടെ കോളേജില്. ഈ കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ മോളിൽ കൂടെ പോകാം. ഇവിടെ ഇവിടെ പോയി കിടക്കണോ? ഇതാണല്ലേ കുട്ടി ഓർക്കണല്ലേ ക്യാൻറ്റീനിൽ വെച്ച്? സർ അവിടെ ആരോ. അയ്യോ ആരുല്ല. കാണാൻ നല്ല വെളുത്തിട്ടൊരു കുട്ടി ബാക്കിലേക്ക് മുടിയൊക്കെ പിന്നിട്ടിട്ട് കയ്യിലൊരു പഴംപൊരി ഉണ്ട്. ഞാനാണോ ചേട്ടാ? നീ ഏതാണ്? ഞാൻ കണ്ടടാ അവളെ. ഞാൻ പറഞ്ഞില്ല അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്ത് കുഴപ്പം? അവൾക്ക് 3 സിനിമ തനിഷുണ്ട് അസുഖം തോന്നുന്നു. എന്ത് പൈപ്പോളാറാ? ആഹാ ഞാൻ കണ്ടിട്ട് തീരുമാനിക്കാം. അവക്കാണ് സുഖം, നിനക്കാണ് സുഖം. എവിടെ ബെല്ലടിച്ചല്ല. ഇനിയിപ്പോ നോക്കാല്ലാണ്ട് എന്ത് ചെയ്യാനായിട്ടാണ്? ഒന്നുമില്ല വെറുതെ ഈ ക്ലാസ്സല്ലേ കണ്ടു? ഇവിടെ ആദ്യം കാണുമ്പോ ചിരിക്ക, പിന്നെ കാണുമ്പോ ദേഷ്യപ്പെടാ. ഇവളെന്താ ഇങ്ങനെ? ഒന്നും അങ്ങോട്ട് ശരിയാവുള്ളതോ. അവളാരാണ് എന്താണെന്നുള്ളത് ഇന്നറിയും. കൊറേ നാളായി അവള് തുടങ്ങിയിട്ട്. കണ്ടില്ലേ എന്തോ കുഴപ്പമില്ലേ? ഇന്നലെ അവള് കലിപ്പായിരുന്നു, ഇപ്പൊ അവള് ചിരിക്കുന്നത് കണ്ടാ? നിർത്തിയ നീ. അവക്കല്ല കുഴപ്പം, നിനക്കാണ്. എന്ത് കുഴപ്പം? എന്താണെന്നാ കണ്ടില്ല? അതിപ്പോ വണ്ടി നിർത്തി ചാടിയാണ്. എനിക്ക് തോന്നണ നിന്നോടൊന്നും കുടിഞ്ഞ പ്രേമോണെന്ന്. ഇതൊക്കെയാണ് പ്രാന്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. എന്തായാലും ക്യാൻറ്റീനിൽ വെച്ച് കാണാന്ന് പറഞ്ഞില്ലേ? ഈ വണ്ടി വിടില്ലായിരുന്നു. ഇപ്പൊ തന്നെ ചോദിക്കാന്നേ. അങ്ങനെ വിട്ടാൻ പറ്റൂല. ആരുമില്ല, വണ്ടി വിട്ടോ. എടാ ചോദിക്കണ. നീ ഇവിടെ നിക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇന്ന് ഇതിനൊരു തീരുമാനം. അയ്യോ സോറി പൊക്കോ. ഇവിടെ എത്തിയിരിക്കാണല്ലേ. എന്താണ്? ഒരു പഴംപൊരി എടുക്കട്ടെ? ആരും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു പഴംപൊരി വേണമെന്ന് വെച്ചിട്ട് എന്നിട്ട് അടി മേടിച്ചിട്ട് നാണോ ഇല്ലാണ്ട് വന്നേക്കട്ടെ. അവരുടെ അടുത്ത് പോയി ചോദിക്കാം. ചോദിക്കാടോ, അങ്ങനെ ഇട്ടാ പറ്റൂല്ലോ.
ഇന്നെന്താണ് സാരിയൊക്കെ എടുത്ത് 3 പേരുടെയും പിറന്നാളാണ്. വാ ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ എവിടെയൊക്കെ നോക്കി. ഇന്ന് മലയാണ്മയുടെ പരിപാടിയാ വരണില്ലേ? മലയാണ്മ ഇതാണല്ലേ മലയാണ്മ? അതെ, മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതെങ്ങനെ? വല്ലപ്പോഴും ഒക്കെ ക്ലാസ് കയറണം, എന്നാലല്ലേ അറിയൂ. പിന്നെ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട്. എടാ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ടെന്ന്. ഇതെന്തോ വലിയ പരിപാടിയാണോ? കൂൾ മൈ ഫ്രണ്ട്, റിലാക്സ്. അതെ, ഈ പരിപാടി എത്ര മണി വരെ ഉണ്ട്? നാടൻ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടേ ചെറിയ പരിപാടി ഒന്നല്ല, വൈകുന്നേരം വരെ ഉണ്ടാവും. ഇവിടെ ഇരുന്നേ പറ്റൂ. എടാ ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോഴേക്കും അവളൊന്ന് കൂളാവും. പിന്നെ നമുക്ക് തീരുമാനമാക്കാം. പേടി തൊണ്ടൻ. ഒന്ന് മിണ്ടാതിരിക്കണം. മിസ്സേ, മലയാണ്മ സൂപ്പർ. പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂർ. എന്റെ ആദരം ആരതി കറങ്ങി തിരിഞ്ഞിട്ട് ചോടി മേരുടെ ഇന്നലെ തുടങ്ങിയതാണല്ല. പുതിയ പാഠമാണ് ദ്വാരക. ഞാൻ മദ്രാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടാളും. ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവന്മാർക്ക് റെഡ് കാർഡ് ഉറപ്പായി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ന് നിർത്തിക്കോണം. മിണ്ടരുത്. നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ? രണ്ടാളെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകരുത്. ഇറങ്ങ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. കഷ്ടായി പോയല്ലേ. നിങ്ങൾ എന്താ പുറത്തേക്ക്? ഫ്രീ ആണെങ്കിൽ ഒരു 200 പക്ഷെ പഠിക്കാം. 200 ചുമ്മാ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. കാറ്റ് കൊള്ളണമെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവറിന്റെ മുകളിൽ പോയി നിൽക്കടാ. ക്യാമ്പസിൽ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ലേ? സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടെ നിന്ന് പുറത്തുനിന്ന് സാർ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അകത്തേറ്റ് സാർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സാർ. പഠിക്കുന്ന പിള്ളേർ പുറത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അകത്തേറ്റ് തരാം. ഒന്ന് സംസാരിക്കുക. സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും മിസ് മേഴ്സി നയനാൻ പിള്ളേരുമായിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, അല്ലെങ്കിൽ സാർ വന്ന് പഠിപ്പിക്കേ. കുറെ നാളായി. സോറി മിസ് മേഴ്സി നയനാൻ. ഈ പിള്ളേര് അവര് പോയി. ക്ഷമിസിന് എന്ത് തോന്നിട്ടുണ്ടാവും? നമ്മുടെ പ്രശ്നം തീർക്കാൻ പോയി സാറിന് എന്ത് പറ്റിയാ? ഇനിയിപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റൂല. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലാ? ഇതവളല്ലേ ക്ലാര മേരി? ഇത് മേരിയാണ് ഉറപ്പിച്ച്. അതെങ്ങനെ മനസ്സിലായി? കുടിച്ച് തുള്ളി ചാടി പറഞ്ഞ കണ്ടാറിനൂടെ മേരിയാണ്. ഹായ് ചേട്ടനെ ഞാൻ രാവിലെ മുതൽ നോക്കുകയാണ്, കണ്ടില്ല. നിങ്ങളുടെ ക്ലാസ് ഒക്കെ എവിടെയാണ്? ഞങ്ങളുടെ മോളില് BA മലയാളം. മേരിയുടെ ക്ലാസ് എവിടെയാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ എംഎക്കാരുടെ. ഓ അവിടെയാണല്ലേ. എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നല്ല. എങ്ങനെയുണ്ട്? അല്ല എന്താണ് രണ്ടുപേരും കൂടെ ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ്സിൽ ഭയങ്കര ചൂടയില്ല. ഇതിലൊരു കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് കാറ്റ് കിട്ടിയാ? അല്ല മേരിക്കുന്ന ക്ലാസ്സില്ലേ? ക്ലാസ് ചുമ്മാ ബോറ. ഒരു സിനിമയ്ക്ക് പോവാന്ന് കരുതി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ആണാ? എന്നാ ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോവാല. അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പോവാല. വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അല്ലടല്ലേ ഇതില് പുതിയ പടാണോ? അല്ല പഴയ പടമാണല്ല തിയേറ്ററിലിട്ട് കളിക്കണത്. നല്ല ഡിക്കാച്ചി മൂവിയാണ്. ചേട്ടൻ വരുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ. 11 മണിയുടെ ഷോ ആണ്. വാ, സമയമില്ല. വാ വാ, സമയമില്ല. 1 മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. കേറിയേട്ടാ പോവാ നമുക്ക്. എന്റെ അമ്മോ, ഇതാണോ ആ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ ഇവളവിടെ പോയി. പോയി. ഇയാളാരാ? ആരാ? ഞാൻ മേരി. ആ മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ ഇതാ സുരേട്ടൻ. ഞാൻ പറയാറില്ലേ? അതെ മേരി. ഓ ലൈലാസുരൻ. ആ മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദ ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേ അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്കി. ലാൽ സലാം. ചേട്ടാ ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്. മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും.
എനിക്കൊന്നും വയ്യ പപ്പ എന്നെ നോക്കിയാ മതി. ദേ നടക്കുന്നു. ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങള് നേരത്തെ പറഞ്ഞു? മേരി. മേരിയാ? പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമേല ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ ജപ്പാനിൽ. ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ? അസുരനല്ല, ലൈലാസുരൻ. ആ ലൈലാസുരൻ, സോറി സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ? പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്. ഒരെണ്ണം സെലക്ട് ചെയ്യ. ഇത് കൊള്ളാം. പക്ഷേ ഇതോ എടുത്താ പറയും. ഞാൻ പറഞ്ഞോ അങ്ങളെ ഇയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. പപ്പ എങ്ങനെയുണ്ട്? കൊള്ളാം. നേരിടല്ലോ പപ്പ.